അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് ശരിക്കും അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ അമേരിക്കൻ പത്രപ്രവർത്തകൻ ടക്കർ കാൾസൺ. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് കൂടുതൽ ശക്തമാക്കാൻ ബ്ലിങ്കൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് തനിക്കറിയാമെന്നും അത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. എല്ലാത്തിനും പിന്നിൽ ബ്ലിങ്കന്റെ വിരലടയാളം ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബൈഡൻ ഭരണകൂടത്തെ നയിച്ചതും അതുപോലെ കുറേ മാസങ്ങളോളം അമേരിക്കൻ പ്രസിഡന്റിൽ റോൾ ഏറ്റെടുത്ത് നടത്തിയതും ബ്ലിങ്കനാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ. റഷ്യയുമായി ഒരു യഥാർത്ഥ യുദ്ധത്തിനാണ് ബ്ലിങ്കൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തി. ആദ്യം മുതൽ തന്നെ റഷ്യ യുക്രൈൻ സംഘർഷത്തിലുള്ള ബ്ലിങ്കന്റെ പ്രവർത്തികൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2021 അവസാനത്തിൽ യുക്രൈൻ ഡോൺബാസിനടുത്ത് സൈന്യത്തെ വിന്യസിപ്പിച്ച് റഷ്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നാറ്റോയുടെ എല്ലാ പിന്തുണയും യുക്രൈനുണ്ടെന്ന് ഉറപ്പിക്കാൻ ബ്ലിങ്കൻ യുക്രൈനെ വിദേശകാര്യ മന്ത്രിയോട് പറയുകയും ചെയ്തിരുന്നു. യുദ്ധം തുടങ്ങി മാസങ്ങൾക്കിപ്പുറം ബ്ലിങ്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏജൻസികളുമായും പെറ്റഗണുമായും ചേർന്ന് യുക്രൈൻ പ്രതിനിധി റഷ്യക്കെതിരെ സമ്പൂർണ്ണ നാറ്റോ പ്രോക്സി യുദ്ധത്തിലേക്ക് വഴി തിരിച്ചുവിടുകയും ചെയ്തു. $100 ബില്യൺ സൈനിക സഹായമായി യുക്രൈന് അയക്കുകയും ചെയ്ത യുദ്ധം കൂടുതൽ ശക്തമാക്കാനുള്ള എല്ലാ സാധ്യതയും ബ്ലിങ്കൻ തുറന്നിട്ടു. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബ്ലിങ്കന്റെ ഈ നീക്കങ്ങൾ കാര്യമായ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. സംഘടന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും വിദേശ കൂലിപ്പടയാളികളും നാറ്റോയിൽ നിന്നും എത്തിയിരുന്ന ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും അതിന്റെ പിന്നിലും ബ്ലിങ്കൻ തന്നെയാണെന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. 2003 ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം, 2011 നാറ്റോ ലിബിയയുടെ വ്യോമാക്രമണം, 2011 സിറിയക്കെതിരായ യുദ്ധത്തിന്റെ ആരംഭം എന്നിവയെല്ലാം ബ്ലിങ്കന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന തരത്തിലും നിരവധി റിപ്പോർട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗാസയും യുക്രൈനുമെല്ലാം ഒരു വശത്ത് ഇങ്ങനെ നശിക്കുമ്പോൾ ബ്ലിങ്കൻ വീണ്ടും ആക്രമണസക്തവും നിയമവിരുദ്ധവുമായ എന്തൊക്കെയോ ദേശനയ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.